ഇതുവരെയ്ക്ക് ഉള്ളതിന്റെ യൂട്യൂബിലാ വേണോ? ഫസ്റ്റ് ടൈമാണ് ഡബിന് വന്നിരിക്കുന്നത്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല. കൂടെ ഇരിക്കുന്നത് ആരാ? അതെ, കോടതിയിൽ ഒന്നുകൂടെ കേൾപ്പിച്ചേ പൈലറ്റ്. നമ്മുടെ സിനിമയുടെ നമ്മുടെ പാഷൻ ഫ്രൂട്ട് ഒറ്റ ഷോട്ട് ആയതുകൊണ്ടാണ് ഇത്ര പാട്. പേര് എല്ലാം ഉണ്ട്. ഹിഡൻ ഡീറ്റെയിൽസ്. സമയം കളയാതെ ട്രെയിനിൽ വെച്ച് അപ്പൊ ഇങ്ങനെയാണ് ഗ്രേഡ് ഒക്കെ ചെയ്യേണ്ടത്. പക്ഷെ ഇതെന്താ അറിഞ്ഞൂടെ, ഗ്രേഡ് നാളിപ്പോ വരും. ഫൈനൽ മിക്സ് ഒക്കെ കഴിഞ്ഞ് സമയം എത്രയാ വെച്ചു കണ്ടില്ലേ ഉറക്കത്തരീതാ. ക്യാമറമാൻ ജിത്തുവിനോടൊപ്പം മഹേഷ്. എല്ലാം ഉറക്കം തൂങ്ങിയൊക്കെ നടക്കണ്. ഇന്നെത്രയായി? സമയം എത്രയായി? 6 മണി. പാക്കപ്പ് പോലും പറഞ്ഞില്ലേ? പാക്കപ്പ്. ഒക്ടോബർ 2 അങ്ങനെ ഫസ്റ്റ് ടെസ്റ്റ് നമുക്ക് തിയേറ്റർ ഔട്ട് കിട്ടി. തിയേറ്ററിനകത്ത് നമ്മൾ മാത്രം. ഇത് ഞാൻ പല്ലുപോലും കഴിച്ചിട്ടില്ല, സീരിയസ് പല്ല് കഴിച്ചിട്ടില്ല. നേരെ വരുന്നു, മുഖം പോലെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്നാണ് പ്രിവ്യൂ. നമ്മൾ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരുമായിട്ടാണ് കാണുന്നത്. എക്സൈറ്റഡ്. നമുക്കപ്പോൾ ആദ്യം കണ്ടിട്ട് എന്താന്ന് വെച്ചാൽ പറയാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഇതെന്താണ് ഗൈസ്? നമ്മുടെ സ്വന്തം മൂവി. ഒരു കാര്യം മാത്രം ഡാൻസ് ശ്രദ്ധിച്ചാൽ മതി. പടം തുടങ്ങുന്ന ഫ്രണ്ടിൽ എഴുതി കാണിക്കും ചട്ടമ്പീസ് പ്രൊഡക്ഷൻ എന്ന്. അപ്പോൾ ഒരെണ്ണം നെഞ്ചിന് വരും. അതിന് എല്ലാത്തിനും പിന്നെ ഡാനിച്ചന്റെ പേര് അല്ലാതെ കാണിക്കും. നേരത്തെ എത്തിയെന്നാ ഞാൻ വന്നാ തുറന്നു. 8 മണിക്കെന്നാ പറഞ്ഞത്. എന്നെ കുറച്ച് വെയിറ്റ് ചെയ്യിപ്പിച്ചില്ലേ? എത്ര തവണ എന്റെ അച്ഛനായിരുന്നു guys. കുറച്ച് ദിവസം എന്റെ അച്ഛനായിരുന്നു. ഈ ഒരു സ്നേഹം അതിന് കണ്ടില്ലല്ലോ. ഡയറക്ടർ ടെൻഷൻ കാരണം എന്തോ പറവെറുക്കുന്നു. നോ ടെൻഷൻ, ഐ ആം കൂൾ, വെരി കൂൾ. അത് അറിയാതിരിക്കാണ്ടി മഞ്ഞ കളർ കണ്ണാടി. അനീഷ് ഇന്നലെ രാത്രി ഇങ്ങനെ ഉറങ്ങിയിട്ടില്ല. എക്സൈറ്റ്മെന്റ് കൊണ്ടാണോ ടെൻഷൻ കൊണ്ടാണോ? 3 പ്രാവശ്യം കണ്ടു നമ്മള്. 3 പ്രാവശ്യം തിയേറ്ററിൽ കണ്ടു ഞങ്ങള്. 100 പ്രാവശ്യം മൊബൈലിൽ കണ്ടു. അത് നിങ്ങളല്ലേ കണ്ടോളൂ. എഡിറ്റ് ചെയ്തപ്പോ ഞാൻ കണ്ട്. ഫുള്ള് കണ്ടില്ലല്ലേ? എന്റെ മോന്റെ ഒരു ആഗ്രഹമാണ് ഈ സിനിമ. അത് ഞാൻ സന്തോഷിക്കുന്നു. കേറി
പടത്തിൽ എല്ലാവരുടെ ഒരു മാസത്തെ കട്ട ഹാർഡ് വർക്ക് ഉണ്ടല്ലേ ഗൈസ്. ഡിജന്റെ എഡിറ്റിംഗ് ഒരു സ്ഥലത്ത് പഠിക്കാനും പോയിട്ടില്ല, ഒന്നും പോയിട്ടില്ല. ഭയങ്കര ഇമോഷണലായി. ഓർക്കട്ടെ സീനൊക്കെ പൊളിച്ചടാ. ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല നല്ല ഒരു സെറ്റിംഗ്സ്. ഒരു 3 സീനിൽ നല്ല കൈഡി ഉണ്ടായിരുന്നില്ലേ? നല്ല കൈഡി. ഇങ്ങനെ അഭിനയം ഉണ്ടല്ലോ ഈ പടത്തിന്റെ നല്ല രസമുണ്ട്. ചട്ടം പീസ് പ്രൊഡക്ഷൻ നമ്മൾ രോമാഞ്ചിഫിക്കേഷൻ ഒന്ന് തിയേറ്ററിൽ. ശരി കണ്ടറി ഇത് ഫീൽ ചെയ്തവർക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആവും. ആഫ്റ്റർ പാർട്ടി ഇനി അനീഷ് പേര് വരാം. D2 ഡെറല്ല, എല്ലാവരുടെ എഫേർട്ട് ഈ സിനിമയിലുണ്ടല്ലേ. പടത്തിൽ അതിന്റെ ആ ഒരു ഇതുണ്ട്. പക്ഷെ അങ്ങനെയാണോ പടത്തിന്റെ ജീവൻ പറയാതിരിക്കാൻ വയ്യ. ഇവിടെ അങ്ങേരി പോയാ പടത്തിന്റെ ഒരു ജീവൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ. പക്ഷെ അതിന്റെ ചൂടാതെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നീ എന്താ അയാളെ കൊണ്ട് വെടി അയാള് വാ തുറന്ന പിഴ ഇല്ലാത്തൊരു വാക്കില്ല. അതിലും കൂടുതലുണ്ടായിരുന്നു. അത് വെട്ടിച്ചുരുക്കി ഒരു 20 ഉണ്ടെങ്കിൽ ഇപ്പൊ അതിലൊരു 5 ഉള്ളൂ. ബാക്കി 15 സ്ക്രിപ്റ്റ് ടൈപ്പ് ചെയ്യാൻ പോയില്ല. പുള്ളിക്കാരവരെ നെട്ടി ഇത് വായിച്ചിട്ട് എന്താ എങ്ങനെ ടൈപ്പ് ചെയ്യാനെന്ന്. ശരി തന്നെ. ഇഷ്ടപ്പെട്ടു? നിനക്ക് ഇഷ്ടപ്പെട്ട? ഇഷ്ടപ്പെട്ട ഇവിടെ ഒരാൾ നിൽക്കണ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ എന്റെ മക്കളെ കൊണ്ട് പോയി. അവിടെ ആയിരുന്നു. പറയണ്ട. അല്ലല്ല അതങ്ങനെ പോയി ഇങ്ങനെ ആനിയുടെ പലപ്പോഴും എന്റെ കണ്ണ് നടന്നു. നല്ല 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 ഇമോഷണൽ. ഞാനും കരഞ്ഞ ആനയുടെ നല്ല ഫീൽ ഉണ്ടായിരുന്നു. എപ്പോഴും അഭിനയിക്കാൻ പഠിച്ചു ജീവിക്കുകയായിരുന്നു. ആന്റി ഇഷ്ടപ്പെട്ടോ? സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ട തോന്നുന്നു. ഇന്റർവ്യൂ ഒന്നും വന്നില്ലേ? ഇന്റർവ്യൂ ഇല്ലേ? അടുത്ത പാർട്ട് സൂപ്പർ പടം. അതൊക്കെ വർക്കാവുമെന്ന് പേടിയുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അന്ന് ചെയ്തപ്പോ നമ്മള് ഷൂട്ടിലുണ്ടായിരുന്നു. അന്ന് അസിസ്റ്റന്റ് ഡയറക്ടറാണ്. അസിസ്റ്റന്റ് ഡയറക്ടർ പറയൂ. അസോസിയേറ്റ് ഡയറക്ടർ സന്തോഷായി. ശരിക്കും പറയട്ടെ, നമ്മളെ സെറ്റിൽ ഏറ്റവും കൂടുതൽ ഉറങ്ങാത്തവനായിരിക്കും. ലാസ്റ്റ് പപ്പയുടെ ലുക്കും ബാക്കിയെല്ലാം സീനായിരുന്നു. അടിപൊളിയാണ്, സൂപ്പർ. എല്ലാരെയും ടീം വർക്ക് അത് കാണാനുണ്ടായിരുന്നു. വേറെ ലെവല്. നമുക്ക് ഇന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഓരോ ആ കൊച്ചെങ്ങനെയാണ്, പിന്നെ ആ ഒരു ആനിയുടെ ഫീലിങ് ഒരു റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇമോഷണലി ഒന്ന് കണക്ട് ആവും. കണക്റ്റായി. ശ്യാമു കയറുന്ന കരയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. നീ കരയത് ചെറുതായിട്ട് ഞാൻ വിചാരിച്ചതിലും അടിപൊളിയായിരുന്നു. ഇത് പലർക്കും കണക്റ്റായി. അവർക്ക് കണക്റ്റായത് എനിക്ക് കണക്റ്റായി. എനിക്ക് കിട്ടി. കരഞ്ഞിട്ടുണ്ട്. ശരിക്കും വണ്ടർഫുൾ ആണ്. നമ്മൾ അവാർഡ് മൂവി എന്ന രീതിയിൽ കാണാനായിട്ട് വരുമ്പോൾ ഒരു ഫീലിങ്സ് ഉണ്ടാവും, ഒരു ഇൽ ഫീലിംഗ് ഉണ്ടാവും ആദ്യം. പക്ഷെ അങ്ങനത്തെ ഒരു ഫീലിംഗ് തോന്നിയില്ല ശരിക്കും. പല ലൈഫുകളുടെ ഭാഗമായിട്ടുള്ള രീതിയിലാണ് ഇത് എടുത്തിട്ടുള്ളത്. ശരിക്കും അങ്ങനെയാണ് തോന്നിയത്. മക്കൾക്ക് വേണ്ടിയാണെന്നൊരു ചോദ്യം വെച്ചിട്ടാണ് ഇത് ശരിക്കും എൻഡ് ചെയ്യുന്നത്. ഇറ്റ് വാസ് വണ്ടർഫുൾ. നല്ല ഫ്ലോ ഉണ്ടായിരുന്നു. അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. അപ്പം നമ്മളൊരു അവാർഡ് ഫിലിം എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ ആ ഒരു പ്രത്യേക പ്രതീക്ഷയിലാണ് വരുന്നത്. പക്ഷെ ആ ഒരു ലാഗ്നെസ്, ഡെയിലി അനുഭവം, എക്സ്പീരിയൻസ് അതിനകത്ത് കൊണ്ടുവരാൻ
അതിനെ ഒരു റിയൽ സിറ്റുവേഷൻ ആക്കി തന്നെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കാം. 4 മിനിറ്റ് ശരിക്കും പറഞ്ഞല്ലോ, ഞാൻ ഇന്നാണ് കറക്റ്റായിട്ടുണ്ടോ, അതായിരുന്നു ഏറ്റവും തീ സാധനം. നിങ്ങൾ ഏറ്റവും കിടിലം പെർഫോമൻസ് അതിലായിരുന്നു. പോകല്ലേ ഫീലല്ലേ, ആ ഒരു സംഗതിയൊക്കെ കൊള്ളായിരുന്നു. നടൻ എന്ന രീതിയിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇന്ന് കണ്ടപ്പോ എന്ത് തോന്നി? നല്ല സിനിമയാണ്. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് മാത്രം ഒരു പടം നന്നാവില്ല. അപ്പൊ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ബാക്ക് ക്യാമറയുടെ ഫ്രണ്ടിലായാലും പുറകിലായാലും എല്ലാവരും നന്നായിട്ട് വന്നിട്ടുണ്ട്. ഗംഭീരമായിരുന്നു. പിന്നെ എസ്പെഷ്യലി നമ്മൾ അന്ന് പിടിച്ചിരുന്നത് നമ്മുടെ വീട്ടിലെ ഫുഡ്, അതായിരുന്നു സെറ്റ്. സൂപ്പർ. എന്റെ ഓട്സ് ഫുഡിന്റെ ഇപ്പൊ അറിയാമോ? അല്ലല്ല, അവൻ വന്നിട്ടോ ഓട്സ് ഫുഡ് വന്നു. അവരൊന്നും പറയത്തില്ല, ഹോട്ട്സ്പോട്ട് വന്നു. ഞങ്ങൾക്കറിയാം ഈ പേര് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും നാളത്തെ നിങ്ങളുടെ ഹാർഡ് വർക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ആക്ച്വലി എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു മകൾ എന്ന രീതിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാവരുടെയും ഫാമിലിയിൽ നടക്കുന്ന ഒരു ഇൻസിഡന്റ് ആണ്. എല്ലാവരുടെയും ഫാമിലി എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. അടിപൊളിയായിരുന്നു, സെറ്റായിരുന്നു. മ്യൂസിക് ഒക്കെ ഭയങ്കര ഇതായിരുന്നു. എന്ന് പറയുമ്പോഴത്തേക്ക് രോമാഞ്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്ന ഒരു ഭയങ്കര പിന്നെ നമുക്ക് ഫീൽ ചെയ്യും, പേഴ്സണലി ഫീൽ ചെയ്യും. ഇത് ഒരുപാട് പേരുടെ ജീവിതത്തെ കണക്റ്റാക്കി പക്ഷെ അനുഭവിച്ചവർക്ക് അതറിയാം ഇത് നമ്മുടെ ലൈഫാണെന്ന് പറഞ്ഞിട്ട്. സൂപ്പറായിരുന്നു. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ജോഷുവ. അടിപൊളി. സെക്കൻഡ് പാർട്ട് ഇടുകയാണെങ്കിൽ അടുത്തൊരു നല്ല അടുത്ത കഥ തരാമെന്ന്. കഥ ഇഷ്ടം പോലെ ഉണ്ട്. തരാൻ റെഡിയാണ് അല്ലേ ആന്റി? സാധാരണ സിനിമയിലൊക്കെ വരുമ്പോഴത്തേക്ക് ഈ നടന നടി അവസാനം ഒന്നിക്കുന്നു, സെക്കൻഡ് പാർട്ട് ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. അത് വേണ്ട, ഇത് തന്നെയായിരുന്നു. ഇതാണ് കറക്റ്റ്. ഒറിജിനൽ ലൈഫിൽ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. അങ്ങനെയല്ല, അങ്ങനെ സെക്കൻഡ് പാർട്ടിൽ ഒരു നല്ലൊരു കഥ ഇതുപോലെ അങ്ങനെ കണക്ട് ചെയ്ത് റിയൽ ലൈഫ് സ്റ്റോറി. നിന്നെ വിളിച്ച് ഡാൻസ് എടുപ്പിച്ചേ. ഇത് ഡാൻസ് കളിക്കേണ്ട സ്റ്റോറി അല്ലല്ലോ. പെണ്ണിന്റെ അമ്മ അവസാനം ഡയലോഗോടെ പറഞ്ഞു. പറഞ്ഞു തന്നാ മതി. ടെക്നീഷ്യന്മാരും ക്യാമറമാനും എല്ലാം കൂടെ കടന്ന് ചിരിയോ. ഇവിടെ കൂടാലോചന. എനിക്ക് ഏറ്റവും കൂടുതൽ ആക്ടറിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചേട്ടല്ലേ ജിബിൻ ചേട്ടൻ? തീ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇയാൾ ആ സീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാൾ ഓപ്പോസിറ്റ് ക്യാരക്ടറിൽ ഞാൻ ഇരുന്ന ഇയാൾ ഉറപ്പായിട്ട് ഇടിക്കും. അത്രയ്ക്ക് അയാൾ എന്നെ കൺവിൻസ് ചെയ്തു. ഭയങ്കര എന്റെ അടുത്ത് പറഞ്ഞു ഒരു അടി വെച്ച് കൊടുക്കാത്ത എനിക്ക് ഈ പറയാതിരിക്കാൻ വയ്യ. അങ്ങേരെ അഭിനയത്തിലുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഇത് അല്ലാതെ പറയണ, പക്ഷെ എനിക്ക് അത് തുടക്കം തൊട്ട് കൊടുക്കാൻ വരെ അങ്ങേരെ കണ്ടിരിക്കുമ്പോഴൊക്കെ എനിക്കൊരു ഒന്ന് വെക്കണം, ഒന്ന് ഇടിക്കണം. എങ്ങനെ ജോസേട്ടന്മാർ ഞാനായിരുന്നു അതെല്ലാം ചെയ്യാം. ഞാൻ ലോൺ എടുത്തിട്ടെങ്കിലും അടുത്ത പടം എന്റെ അടുത്തൊരു കഥ ഉണ്ട്, നീ ചെയ്യുമോ? അത് കഥ മാത്രം പറഞ്ഞുതരാം, ബാക്കി നീ ചെയ്തോ. അല്ല, നമുക്കില്ല ഒരു ഐഡിയ കൊടുക്കണം. വേറൊരു കഥ ഉണ്ട്. അത് ഷൂട്ട് ചെയ്ത ഒരു കഥ ഉണ്ട്. അതൊരു തീപ്പൊരി ഐറ്റമാണ്. അടുത്ത പടം അതാണ്. ഈ പടം ഷൂട്ട് തീർന്നത്. കാര്യം പറയട്ടെ, എന്റെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ട് 2 വർഷം മുന്നേ എടുത്ത്. അത് വല്ലേ നടക്കൂ? റിയൽ പോലീസാണ്. ഞാൻ ഒരു പോലീസിനെ തൊട്ടിട്ടില്ല. പോലീസ് ആയതുകൊണ്ടാണ് കുറച്ചുകൂടി നല്ലപോലെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. വളരെ കഥകൾ കറക്റ്റ് പിഴയൊക്കെ കുറച്ച് എക്സാക്ട് ആയിട്ട് വന്നില്ലേ? ഇതിപ്പോ കണ്ടിട്ട് ദിലീപേട്ടനെ നിങ്ങൾ പോവും പോകുന്ന പറയണ്ട. മമ്മൂട്ടി പടത്തിൽ ഇപ്പം ലീഡിൽ റോൾ ചെയ്തിട്ട് സൂപ്പറായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് കൺവിൻസ് ആയി. എനിക്കത് വീണ്ടും വീണ്ടും പറയാൻ തോന്നുന്നു. എനിക്കത് കൺവിൻസിംഗ് സ്റ്റാർ. വാ പറയടാ, ആക്ടർ പറയൂ. അതുവരെ നമ്മൾ മറ്റേ റേഷ്യോ ആയിരുന്നു. അവസാനം ഫുൾ സ്ക്രീൻ ഒക്കെ ആയത് നിങ്ങളാരും അറിഞ്ഞില്ലല്ല. അതറിയത്തില്ല. ഞാൻ പക്ഷെ എന്നോട് ചോദിച്ചു, ഇതെന്താ ഈ ആസ്പെക്ട് റേഷ്യോ എന്താ ഇങ്ങനെ ഇട്ടേക്കണത്? ബാക്കി വരുമ്പോൾ കണ്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഫുൾ ആവുന്നത്. ക്ലൈമാക്സ് മൊത്തത്തിൽ വേറൊരു സാധനമല്ല ഉദ്ദേശിക്കുന്നത്. ഇത് എന്തോ മെലോ ഡ്രാമ എന്നൊരു ട്രീറ്റ് ആണ്. ഇത് അവാർഡ് കാറ്റഗറി നോക്കുമ്പോൾ ഇതൊരു പ്രത്യേക ട്രീറ്റ് ആണ്. അവസാനത്തെ ക്ലൈമാക്സിൽ ഇന്റർനാഷണൽ ഷോട്ടുകളൊക്കെ വന്നു പോയി. ഇന്റർനാഷണൽ ഷോട്ട്സ് കുറെ ഉണ്ട് ഇതിനകത്ത്. അതല്ലടാ കോമഡി. ഇതെല്ലാം എടുത്തപ്പോ ഞാൻ അറിഞ്ഞിട്ടായിരുന്നു. എടുത്തപ്പോ അറിയില്ല.
ഇത് വളരെ അവിടെ പോയിട്ട് പ്ലേ ചെയ്ത ഞാൻ ഗൂഗിൾ ചെയ്ത് ഇത് ഏതായിട്ടോ നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ, മനസ്സിലായോ? നമ്മളതായ രീതി ചെയ്തു, പക്ഷെ അത് വലിയ ഷോട്ടായിരുന്നു, മനസ്സിലായോ? ഞാൻ അനീഷ് പറയാൻ ചെയ്തു കുറെ ഷോട്ട്സ് ഒക്കെ നൈസ് ആയിരുന്നു. എനിക്ക് കളർ ഇഷ്ടപ്പെട്ട്, മഴ ഇഷ്ടപ്പെട്ട്, ലൈറ്റിംഗ് ഇഷ്ടപ്പെട്ടു. അത് നല്ല എഫക്റ്റ് കേട്ടോ. ആ മഴയത്ത്